ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അയ്യപ്പ ഭക്തന്മാരും ഹൈന്ദവ സംഘടനകളും ചേർന്ന് 22-ന് പന്തളത്ത് സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയരയ സമുദായം. അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, മലയരയ സമുദായത്തിൻ്റെ നേതാക്കൾ പന്തളം കൊട്ടാരത്തിൽ എത്തിയാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. എന്തായാലും സർക്കാർ നടത്തുന്ന ഈ പരിപാടിയുടെ മറവിൽ ഈ മാസത്തെ മാസപൂജയ്ക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അങ്ങോട്ടേക്ക് ദർശനത്തിന് വരെ ദേവസ്വം ബോർഡ് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. നേരത്തെ ജനം TV വാർത്തയെ തുടർന്ന് നിയന്ത്രണം ഒഴിവാക്കിയെന്നൊക്കെ വാർത്ത വന്നെങ്കിലും വീണ്ടും അവിടെ ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം അവർ വലിയ നിലയിൽ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം. ഏത് വിധേനയും അയ്യപ്പ സംഗമം വിജയിപ്പിക്കാനുള്ള തന്ത്രങ്ങളല്ലേ സർക്കാർ ഇപ്പോൾ പയറ്റുന്നത്? അരുൺ കൊടുങ്ങൂർ. തീർച്ചയായും ഇങ്ങനെ ഓരോ തന്ത്രങ്ങൾ പയറ്റുമ്പോഴും ഇപ്പുറത്തു നിന്നും കൃത്യമായി പിന്തുണ നൽകുന്ന സംഘടനകളൊക്കെ തന്നെയും യഥാർത്ഥ വസ്തുത മനസ്സിലാക്കി പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ തന്നെ കൂടുതൽ സംഘടനകൾ ഇങ്ങനെ കൃത്യമായ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം, ഇന്നലെ വിശദമായി ഹൈക്കോടതി കൃത്യമായി തന്നെ അക്കമിട്ട് പറഞ്ഞിരുന്നു, ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു നടപടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ ഈ ഒരു സംഗമം പമ്പാ നദീതീരത്ത്, പവിത്രമായ പമ്പാ നദീതീരത്ത് നടത്താവൂ എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞു. ഈ ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോകുന്നത്.